സാർ നമസ്കാരം. നമസ്കാരം. സാർ, കഴിഞ്ഞ ദിവസം നടന്ന അമ്മയിലെ അംഗങ്ങൾ കണ്ട മീഡിയയെ കണ്ട് ഇപ്പോൾ പറഞ്ഞൊരു കാര്യം, ശ്വേതാ മേനോൻ എന്ന് പറയുന്ന അമ്മയിലെ പ്രസിഡന്റ് രാജി സമർപ്പിച്ച് പുറത്തു പോയതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അവരെ ഔദ്യോഗികമായിട്ട് രാജി കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്റെ രാജിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരിച്ചു വന്നിട്ടുണ്ട്. അത് കൂടാതെ തന്നെ അവര് രാജിവെച്ച സാഹചര്യത്തില് ജനറൽ ബോഡി തീരുമാനത്തിന്റെ പ്രകാരം വെച്ചിരുന്ന അഡ്ഹോ കമ്മിറ്റി സ്റ്റേ വാങ്ങിക്കൊണ്ട് കൂടിയാണ് ശ്വേതാ മേനോൻ തിരിച്ചു വന്നിട്ടുള്ളത്. അഡ്ഹോ കമ്മിറ്റിയിലെ കൺവീനർ ആയിട്ടുള്ള രമേശ് പിഷാരടിക്കെതിരെ കോടതിയെ സമീപിച്ച് സ്റ്റേ കൂടി അവർ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലൊരു കാര്യം നടക്കുമ്പോൾ മാലാപാർവതി പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, പാരന്റ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ടിനെ പറ്റി പറയുന്നുണ്ട് അവര്. അതായത് മാസ് റെസിഗ്നേഷൻ വന്നു കഴിഞ്ഞാല്, അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ പാരന്റ് ആക്ട് വെച്ചിട്ട് ജനറൽ ബോഡി തന്നെയാണ് അപെക്സ് ബോഡി എന്ന് പറയുന്നത്. അപ്പൊ അപെക്സ് ബോഡിക്ക്, അതായത് ജനറൽ ബോഡിക്ക് പുതിയൊരു കമ്മിറ്റി തെരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ താൽക്കാലിക കമ്മിറ്റി തെരഞ്ഞെടുക്കാനുള്ള റൈറ്റ് ഉണ്ട് എന്ന് പറയുന്നു. അതിന് വേണ്ടിയിട്ട് അവർ പറയുന്ന ഈ പാരന്റ് ആക്ട് ട്രാവൻകൂർ കൊച്ചിയിൽ ലിറ്റററി ആൻഡ് സയന്റിഫിക് രജിസ്ട്രേഷൻ സൊസൈറ്റി ആക്ടിൽ വരുന്നതാണെന്ന് പറയുന്നു. ഈ വകുപ്പ് എന്താണ് സർ ശരിക്കും? ഇതിന്റെ ഒരു പ്രായോഗികത എങ്ങനെയാണ്? നിയമവശം എന്താണെന്ന് വിശദീകരിക്കാമോ സർ? തീർച്ചയായിട്ടും. ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി സയന്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1955 അത് ഇപ്പൊ നിലവിലില്ല. കഴിഞ്ഞ നവംബർ 7 അതിനെ റിപ്പീൽ ചെയ്തു സർക്കാർ. ഇപ്പോൾ പുതിയ ആക്ട് കേരള സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 2025 ആണ് നിലവിലുള്ളത്. മാലാപാർവതി പറഞ്ഞതുപോലെ ഒരു അപെക്സ് ബോഡിയാണ് ജനറൽ ബോഡി, അതിനെന്തും ചെയ്യാമെന്നൊന്നും ഈ ട്രാവൻകൂർ കൊച്ചി ലിറ്റററി സയന്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അത് അതിനോട് അനുബന്ധമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്സിൽ മോഡൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നും പറഞ്ഞ് കിട്ടും. ആ മോഡൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആക്ടിന്റെ ഭാഗമല്ല. അത് നമ്മളൊരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കാൻ വേണ്ടി ഈ ടെക്സ്റ്റ് ഇറക്കുന്നവര് സാമ്പിൾസ് ആയിട്ട് തരുന്നതാണ്. അപ്പൊ അത് ഇതിനകത്ത് ബാധകമല്ല. ജനറൽ ബോഡിയെ കുറിച്ച് അങ്ങനെ വ്യക്തമായിട്ടൊന്നും പ്രത്യേക പവേഴ്സ് ഒന്നും കൺഫർ ചെയ്തുകൊണ്ട് ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി സയന്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. എന്നിരുന്നാൽ തന്നെ ഇപ്പം നിലവിലുള്ളത്, ഇതിനെ റിപ്പീൽ ചെയ്തപ്പോൾ ഇപ്പോൾ നിലവിലുള്ളത് കേരള സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 2025 ആണ്. എന്നിരുന്നാൽ തന്നെയും ഒരാൾ ജനറൽ ബോഡിയിൽ രാജി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് എഴുതി കൊടുക്കണം എന്നൊന്നുമില്ല. രാജി പ്രഖ്യാപിച്ചു എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. അത് അവർ പുറത്തു വന്ന് പ്രസിന്റെ മുമ്പിലും രാജി അവർ അനൗൺസ് ചെയ്തു. അംഗത്വം പോലും അവർ രാജിവെച്ചു എന്ന് അനൗൺസ് ചെയ്തു. അങ്ങനത്തെ ഒരാൾ തിരിച്ച് ഞാനിപ്പോൾ ഒരു പ്രസിഡന്റ് ആണ് എന്ന് പറഞ്ഞു വന്നാൽ അത് ലീഗലായിട്ടൊന്നും ചലഞ്ച് ചെയ്താൽ നിൽക്കുന്ന കാര്യമല്ല. അത് മാലാപാർവതി പറഞ്ഞതിനകത്ത് വളരെയധികം പ്രസക്തിയുണ്ട്. കാരണം ജനറൽ ബോഡിയുടെ മുമ്പിൽ രാജി അനൗൺസ് ചെയ്തു. അതിന് എഴുതി ഒപ്പിട്ട് മുദ്രക്കടലാസിലൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ മാലാപാർവതി വായിച്ചതുപോലത്തെ പവേഴ്സ് ഒന്നും ഇല്ലെങ്കിലും ഡോക്ട്രിൻ ഓഫ് നെസസിറ്റി വെച്ചിട്ട് ജനറൽ ബോഡിക്ക് ഒരു അഡ്ഹോ കമ്മിറ്റിക്ക് രൂപം കൊടുക്കാൻ സാധിക്കും. കാരണം ഇവര് ടോട്ടലായിട്ട് അബാൻഡൻ ചെയ്ത് അഡ്വക്കേറ്റ് ചെയ്ത് അവിടെ നിന്ന് പോയതാണ്. നിലവിലുള്ള കമ്മിറ്റി മൊത്തത്തില് അവിടെ മാലാപാർവതി പറയുന്നത് കേട്ട് ഒരൊറ്റ ആള് ഞങ്ങൾ എല്ലാവരും രാജിവെക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇല്ല ഞാൻ രാജിവെക്കുന്നില്ല എന്ന് ആരും പറഞ്ഞില്ല. അപ്പൊ അവരെല്ലാവരും ഒരുമിച്ച് രാജിവെച്ച് പോയത് ജനറൽ ബോഡിക്ക് മുമ്പിലാണ്. അങ്ങനെ വരുമ്പോൾ ഒരു അൺപ്രസിഡന്റഡ് സിറ്റുവേഷൻ വരുമ്പോൾ ഒരു ജനറൽ ബോഡിക്ക് തീർച്ചയായിട്ടും ഒരു താൽക്കാലിക കമ്മിറ്റിക്ക് രൂപം നൽകാനായിട്ട് സാധിക്കും. രണ്ട്, ഇവരിപ്പോൾ പിഷാരടി എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയാണ് ഒരു ഇൻജങ്ഷൻ വാങ്ങിച്ചത്. ടെമ്പററി ഇതാണ്, IAയിലുള്ള ഒരു ഇൻജങ്ഷനാണ് വാങ്ങിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഒരു മാന്യനായതുകൊണ്ട് അദ്ദേഹം അവിടുന്ന് ആ സ്ഥാനം ഒഴിഞ്ഞങ്ങ് പോയി എന്നുള്ളതാണ് അതിന്റെ കാഴ്ച. പക്ഷെ ബാക്കിയുള്ള അഡ്ഹോ കമ്മിറ്റി അംഗങ്ങൾക്കെതിരെ ഒരു ഇൻജങ്ഷനും ഇപ്പം നിലവിലില്ല. അവര്
കോടതികളിൽ മുൻസിഫ് കോടതിയിലും സബ് കോടതിയിലും ജില്ലാ കോടതിയിലും ഹൈക്കോടതിയിലും കാവിയറ്റ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ വാദം കൂടെ കേൾക്കാതെ അവർക്കെതിരെ ശ്വേതാ മേനോൻ ഇനി നീങ്ങിയാലും ഒരു സ്റ്റേ ഓർഡറും കിട്ടുകയില്ല. അത് ഒരു വശം. പിന്നെ പുതിയ കേരള സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 2025 പഴയ ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി സയന്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിൽ പറയുന്നതിനേക്കാളും കൂടുതൽ പവേഴ്സ് സർക്കാരിനുണ്ട്. പഴയ ആക്ട് അനുസരിച്ചിട്ടാണെങ്കിൽ സെക്ഷൻ 25 10% അംഗങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ജില്ലാ കോടതിയിൽ ഗവേണിംഗ് ബോഡിയെ മാറ്റണം, പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഒരു സ്കീം ഉണ്ടാക്കണം ഇതിന്റെ മാനേജ്മെന്റിനെന്ന് പറഞ്ഞ് മൂവ് ചെയ്താൽ ആ ഗവേണിംഗ് ബോഡിയെ നീക്കം ചെയ്യാൻ സാധിക്കും. 10% അംഗങ്ങൾ ചെയ്താലും മതി, അല്ലെങ്കിൽ സർക്കാരിന് ചെയ്യാം. അതേപോലെ അതിന്റെ സെക്ഷൻ 19 രജിസ്ട്രാർക്ക് ഇൻസ്പെക്ഷനൊക്കെ നടത്തിയിട്ട് ഗവൺമെന്റിന് റിപ്പോർട്ട് സമർപ്പിക്കാം. ഇപ്പൊ പുതിയ ആക്ടിലാണെങ്കിൽ അത് മാത്രമല്ല, പുതിയ ആക്ടിനനുസരിച്ച് അതിനകത്ത് ഈ സെക്ഷൻ 25 പവേഴ്സ് മുതൽ പുതിയ ആക്ടിന് സെക്ഷൻ 32 വന്നിട്ടുണ്ട്. അതായത് 1/10 മെമ്പേഴ്സും 10% മെമ്പേഴ്സും ഈ ഗവൺമെന്റിനോ ഡിസ്ട്രിക്ട് കോർട്ടിനെ അപ്രോച്ച് ചെയ്യാം. അത് കൂടാണ്ടുള്ള കൺഫർ ചെയ്തിട്ടുള്ള സെക്ഷൻ 35 പവേഴ്സ് ഉണ്ട്. അത് രജിസ്ട്രാർക്ക് വിളിച്ചു വരുത്തി ഇൻസ്പെക്ട് ചെയ്യാം, രജിസ്ട്രാർക്ക് റിപ്പോർട്ട് കൊടുക്കാം. അതേപോലെ ഇൻസ്പെക്ടർ ഓഫ് സൊസൈറ്റീസിന് സെക്ഷൻ 36 അനുസരിച്ച് ഈ ഭാരവാഹി എന്ന് പറയുന്ന ശ്വേതാ മേനോനെ അടക്കം ഈ കണക്കുകളിലെ ഇറഗുലാരിറ്റീസ് വിളിച്ചു വരുത്തി ഇൻസ്പെക്ട് ചെയ്ത് റിപ്പോർട്ട് കൊടുക്കാം. അവരെ നീക്കം ചെയ്യണമെന്ന് വരെ റിപ്പോർട്ട് കൊടുക്കാം. ഇതിനൊക്കെ ഉപരി സൊസൈറ്റീസ് കേരള സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 2025 സെക്ഷൻ 39 അനുസരിച്ച് സർക്കാരിന് എക്സിസ്റ്റിംഗ് ഗവേണിംഗ് ബോഡിയെ പിരിച്ചുവിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്ററെ ഏൽപ്പിക്കാം. ഇതിന്റെ ഉത്തരവാദിത്വം അത് പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു നിയമമാണ്. പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ശിശുക്ഷേമ സമിതിയിൽ അടക്കം അഡ്മിനിസ്ട്രേറ്ററെ ഹൈക്കോടതി നിയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല, ഗവൺമെന്റിന് നേരിട്ട് അഡ്മിനിസ്ട്രേറ്ററെ വയ്ക്കാം. അതേപോലെ തന്നെ ഒരു അഡ്മിനിസ്ട്രേറ്ററെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു എക്സ്പെർട്ട് കമ്മിറ്റി, അഡ്വൈസറി കമ്മിറ്റിയും ഗവൺമെന്റിന് നിയോഗിക്കാൻ സാധിക്കും. അത് ടൈം ബൗണ്ടായിട്ട് പുതിയ ഒരു കമ്മിറ്റി തെരഞ്ഞെടുക്കാൻ വേണ്ടി പബ്ലിക് ഇൻട്രസ്റ്റിൽ ഗവൺമെന്റിന് നോട്ടീസ് പോലും കൊടുക്കാതെ, സാധാരണഗതിയിൽ ഗവൺമെന്റ് ഇങ്ങനെ ഒരു നടപടി എടുക്കണമെങ്കിൽ എക്സിസ്റ്റിംഗ് ഗവേണിംഗ് ബോഡിക്കും ഈ സൊസൈറ്റിക്ക് നോട്ടീസ് സെർവ് ചെയ്ത് അവർക്കൂടെ പറയാനുള്ളത് കേട്ടിട്ട് വേണം നടപടി എടുക്കാൻ. പക്ഷേ ഒരു എമർജൻസി അമ്മ പോലത്തെ ഒരു സംഘടനയിൽ പബ്ലിക് ഇൻട്രസ്റ്റും കൂടെ ഉള്ളത് കൊണ്ട് അതൊരു സ്വകാര്യ സംഘടന എന്ന് പറഞ്ഞാൽ ഒക്കില്ല. കാരണം ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു സംഘടനയാകുമ്പോൾ ഇത് പബ്ലിക്കിനെ കൂടെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തീർച്ചയായിട്ടും പബ്ലിക് ഇൻട്രസ്റ്റ് എന്നുള്ളൊരു ഫാക്ടർ അവിടെ വരും. ഗവൺമെന്റിന് വേണമെങ്കിൽ പിരിച്ചുവിടാം. ആരെങ്കിലും ഈ അമ്മയുടെ 1/10 അംഗങ്ങളോ എല്ലാന്നുണ്ടെങ്കിൽ പബ്ലിക്കിലുള്ള ആരെങ്കിലും ഒരു മാസ് പെറ്റീഷൻ ഗവൺമെന്റ് കൊടുത്താൽ ഗവൺമെന്റിന് പിരിച്ചുവിടാൻ സാധിക്കും. ശ്വേതാ മേനോൻ ഇവിടെ തുടരാനായിട്ട് ഇനി ധാർമ്മികമായിട്ടും നിയമപരമായിട്ടും യാതൊരു അധികാരവുമില്ല. ശ്വേതാ മേനോന് തുടരാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല, അവർ കണക്കുകളെ കുറിച്ച് പറയുന്നതിനകത്ത് ഒരുപാട് അവർ വന്ന് പറഞ്ഞത് അതിന് മുമ്പത്തെ കമ്മിറ്റിയിലുള്ള നമ്മുടെ മിസ്റ്റർ ബാബുരാജ് അദ്ദേഹം കണക്ക് കൊടുക്കാത്തതുകൊണ്ട് ഇവർക്ക് കണക്ക് കൊടുക്കാൻ ഒക്കില്ല എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിനെ കുറിച്ച് ധാരണയുള്ള ആരും അത് വിശ്വസിക്കില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ശ്വേതാ മേനോൻ ചാർജ് എടുക്കുന്ന സമയത്ത് ഓപ്പണിംഗ് ബാലൻസ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഇൻ ബാങ്ക്, ഇത് വെച്ചിട്ട് ഈ ഡേറ്റ് വരെയുള്ള കണക്ക് അവർ അവതരിപ്പിച്ചാൽ മതി. മറ്റേ കണക്ക് ബാബുരാജ് തന്നില്ല എന്നവർക്ക് പറയാം. അപ്പം അതിനകത്ത് പറയുന്നത് ശരിയല്ല. ഇവരുടെ കയ്യിൽ ഇവരുടെ ട്രഷറർ രാജിവെച്ചു പോയി എന്നൊക്കെ പറയുന്ന വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇവർക്ക് കണക്കില്ല. ഇപ്പം രജിസ്ട്രാർ ഓഫ് സൊസൈറ്റീസ് അദ്ദേഹത്തിന് ഇൻഹറന്റ് ആയിട്ടുള്ള പവേഴ്സ് എക്സസൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ഓഫ് സൊസൈറ്റീസ് വിളിച്ചു വരുത്തുകയോ ചെയ്താൽ ഇവർക്ക് കണക്ക് കൊടുക്കാൻ സാധിക്കുകയില്ല. അതിനുള്ള പെനാൽറ്റീസ് അവർ ഫേസ് ചെയ്തു. അവർ കൂടുതൽ ലീഗൽ കോംപ്ലിക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
പാലാപാർവതി പറഞ്ഞതാണ് 100% ആ കാര്യത്തിൽ ശരി. അവിടെ ഒരു വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാനായിട്ട് ചില വ്യക്തികൾ ശ്രമിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെന്ന് ഇപ്പോൾ നാം മനസ്സിലാക്കുന്നു. മാത്രമല്ല, ശ്രീമതി മാലാപാർവതി പറഞ്ഞ വേറെ ഒരു കാര്യമുണ്ട്. അവർ പറഞ്ഞത് ഇവർ രാജിവെച്ച് പോകുമ്പോൾ അവിടെയുള്ള ഓൾമോസ്റ്റ് ആ ജനറൽ ബോഡിയിൽ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും ഇവർക്കെതിരെ അൻസിബ എന്ന് പറയുന്ന കുട്ടി പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്തു. അതിന്റെ അർത്ഥം ശ്വേതാ മേനോന്റെ കമ്മിറ്റി ലോസ്റ്റ് ദ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് ഓഫ് ദ ജനറൽ ബോഡി. ആ ഒരു സാഹചര്യത്തിലാണ് അവര് രാജി പ്രഖ്യാപിച്ചിട്ട് പ്രസിഡന്റ് മുമ്പിലും വന്ന് പബ്ലിക്കായിട്ട് രാജിവെച്ചു എന്നും അന്നത്തെ രാജിവെച്ചു എന്നും പറയുന്ന ഒരാൾ ഞാനിപ്പോൾ ഒരു പ്രസിഡന്റാണ് എന്ന് പറഞ്ഞ് സാങ്കേതികത്വം പറഞ്ഞ് നടന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾ ഒരു MLA-യോ MP-യോ മിനിസ്റ്ററോ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ആരെങ്കിലും അവരെ ബാക്കി വെച്ചേക്കൂ? ഇല്ല, അവർക്ക് തുടരാൻ സാധിക്കും? തീർച്ചയായിട്ടും ഇല്ല. അപ്പൊ അതേപോലെയാണ് ഈ സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കേരള സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് 2025 ആണ് ഇപ്പോൾ പ്രാബല്യത്തിലുള്ളത്. ആ ആക്ട് അനുസരിച്ച് സർക്കാരിന് ഒരു അഡ്മിനിസ്ട്രേറ്ററെ നിയോഗിക്കാനുള്ള പവേഴ്സ് ഉണ്ട്. സർക്കാർ ഇത് വഷളാകുന്നതിന് മുമ്പ് അഡ്മിനിസ്ട്രേറ്ററെ നിയോഗിക്കണം. അഡ്മിനിസ്ട്രേറ്ററെ നിയോഗിക്കുക എന്ന് പറഞ്ഞാൽ അമ്മയെ പിടിച്ചെടുക്കുക എന്നുള്ളതല്ല. സമയബന്ധിതമായി വിതിൻ 1 or 2 months അവിടെ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്ത് പുതിയ ഭരണസമിതിയെ അമ്മയുടെ കാര്യങ്ങൾ ഏൽപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതിലെ തമ്മിലടിയെല്ലാം തീരുകയുള്ളൂ. നിയമപരമായിട്ട് ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി സയന്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് ഇപ്പൊ ഇല്ല. അതിനെ റിപ്പീൽ ചെയ്തു. 7 October 2025 ഗവൺമെന്റ് ഗസറ്റിൽ അതിനെ റിപ്പീൽ ചെയ്തിട്ടുണ്ട്. പുതിയ ആക്ട് നിലവിൽ വന്നിട്ടുണ്ട്. ആ ആക്ട് അനുസരിച്ച് ഗവൺമെന്റിന് കൂടുതൽ പവേഴ്സും സൊസൈറ്റീസിന്റെ പുറത്ത് കൂടുതൽ പവേഴ്സും കൺട്രോൾസും ഉണ്ട്. മിസ്മാനേജ്മെന്റ് കണ്ടാൽ തീർച്ചയായിട്ടും ഈ അഡ്മിനിസ്ട്രേറ്ററെ നിയോഗിക്കേണ്ടതാണ്. ഇപ്പൊ അമ്മയുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഗവൺമെന്റ് അടിയന്തരമായിട്ട്, ഇതൊരു ചെറിയ സംഘടനയൊന്നുമല്ല, ഇത് മലയാള ഫിലിം ഇൻഡസ്ട്രിയെ തന്നെ ബാധിക്കുന്ന അതൊരു ലോങ് ടേം റിപ്പർക്കഷൻസ് ഉണ്ടാകും അമ്മയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ. അതുകൊണ്ട് ഇൻ ലാർജർ പബ്ലിക് ഇൻട്രസ്റ്റ് ഗവൺമെന്റ് ഷുഡ് ഇമ്മീഡിയറ്റ്ലി ഇന്റർവീൻ ആൻഡ് അപ്പോയിന്റ് ആൻ അഡ്മിനിസ്ട്രേറ്റർ. അതേപോലെ തന്നെ അമ്മയുടെ തന്നെ സീനിയർ നടന്മാരും നടിമാരെയും ഉൾപ്പെടുന്ന ഒരു അഡ്വൈസറി കമ്മിറ്റിയെ കൂടെ അപ്പോയിന്റ് ചെയ്യും. എന്നിട്ട് സമയബന്ധിതമായിട്ട് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണം. ശ്വേതാ മേനോൻ കമ്മിറ്റി അവർ മോറലി, എത്തിക്കലി ആൻഡ് ലീഗലി അവർക്ക് ഇനി ഫങ്ഷൻ ചെയ്യാനുള്ള റൈറ്റ് ഇല്ലാതായി. ഓക്കെ സാർ, ഇപ്പോ ലീഗലി എന്ന് കൂടി നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ഇവർ ഇൻജക്ഷൻ ഓർഡർ വാങ്ങിയിരിക്കുന്നത്, അതിൽ സ്റ്റേ വാങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു സ്വാഭാവിക നടപടിയാണ് എന്ന് സാർ, ഇപ്പോ ഇവരിങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ കോടതിയുടെ ഒരു സ്വാഭാവിക നടപടിയാണല്ലോ ഇങ്ങനെ സ്റ്റേ കൊടുക്കുക എന്നുള്ളത്. പക്ഷെ ഇതിനെ ഈ സാർ പറഞ്ഞ പോലെ ആരും ക്യാരിറ്റ് ചെയ്യാത്തതുകൊണ്ടല്ലേ? അതെ, അത് കാരണം എന്തെന്ന് പറഞ്ഞാൽ അവരിപ്പോ കോടതിയെ സംബന്ധിച്ച് കോടതി പത്രവും നോക്കേണ്ട കാര്യമില്ല. കോടതിയെ സംബന്ധിച്ച് കോടതിയുടെ മുന്നിൽ ഒരു പെറ്റീഷൻ വെച്ചു. ആ പെറ്റീഷനിൽ ഒരു കൂട്ടർ പറയുന്നു ഞാനാണ് പ്രസിഡന്റ്, പക്ഷെ ഒരു അഡ്കോ കമ്മിറ്റിയെ നിയോഗിച്ചു. ആ അഡ്കോ കമ്മിറ്റിയുടെ പ്രവർത്തനം തടയണം. അപ്പോൾ ആ പെറ്റീഷൻ അടിയന്തരമായിട്ട് തടയണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കോടതി ഒരു ഇന്ററിം ഇൻജങ്ഷൻ ഗ്രാന്റ് ചെയ്യും. അതിന് കോടതിയെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ശ്വേതാ മേനോന്റെ കമ്മിറ്റിക്ക് ഒരു ലീഗൽ എന്താണ് പറയുന്നത്, ലീഗാലിറ്റി ഒന്നും കൺഫർ ചെയ്ത് കിട്ടിയിട്ടില്ല. ആ കാര്യങ്ങളൊക്കെ തുടർവാദങ്ങൾ നടക്കുമ്പോൾ അത് പരിഗണിക്കുകയുള്ളൂ. ഇതിനകത്ത് നമുക്ക് സിവിൽ കോർട്ടിന് ജുറിസ്ഡിക്ഷൻ ഉണ്ടെങ്കിൽ പോലും ഇപ്പൊ ജില്ലാ കോടതിയുടെ അടുത്താണ് ഈ കമ്മിറ്റിയെ പിരിച്ചുവിടണമെന്ന് പറഞ്ഞ് സർക്കാരിന് പോകാനായിട്ടുള്ള കോടതി, മുനിസിപ്പൽ കോടതിയിലല്ല. പിന്നെ സർക്കാരിന്റെ ഇൻഷുറൻസ് പവേഴ്സ് സെക്ഷൻ 39 അവർ എക്സസൈസ് ചെയ്ത് അഡ്മിനിസ്ട്രേറ്ററെ അപ്പോയിന്റ് ചെയ്യാൻ അവർക്ക് ഒരു കോടതിയിലും പോകേണ്ട കാര്യമില്ല. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് അംഗങ്ങൾക്ക് നോട്ടീസ് കൊടുത്ത് അവരെ ഹിയർ ചെയ്യാം.
ഒരു എമർജൻസി സിറ്റുവേഷൻ ആണെന്ന് സർക്കാരിന് തോന്നിയാൽ അതുപോലും വേവ് ചെയ്യാനായിട്ട് ആ സെക്ഷനിൽ വളരെ വ്യക്തമായിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് പോയാലൊന്നും നിൽക്കത്തുമില്ല ഒരു കോടതി. ഓക്കെ സാർ, അതായത് ഇപ്പൊ സാർ പറഞ്ഞതുപോലെ ഇപ്പൊ മാലാപാർവതിയുടെ ഇന്റർവ്യൂ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് പിഷാരടിക്കെതിരെ അല്ലെങ്കിൽ മീഡിയാസിനോട് പറഞ്ഞത് പിഷാരടിക്കെതിരെ മാത്രമാണ് ഈ ഇഞ്ചക്ഷൻ ഓർഡർ ഉള്ളത് എന്നുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലാവുന്നത്. അറിയില്ല കംപ്ലീറ്റ് അഡ്വോ കമ്മിറ്റിക്ക് എതിരായിട്ട് സ്റ്റേ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. അത്തരത്തിൽ പിഷാരടിക്കെതിരെ മാത്രമാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനറൽ ബോഡി വിളിച്ച് ചേർക്കരുത് എന്നുള്ളൊരു അധികാരം മാത്രമല്ലേ സ്റ്റേ ചെയ്തിട്ടുള്ളൂ? അല്ല, ശ്രീ പിഷാരടിക്ക് ശ്രീമതി മാലാപാർവതി ആ ഇന്റർവ്യൂവിൽ പറഞ്ഞത്, പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് ശ്രീ പിഷാരടിക്കെതിരെ മാത്രമാണ് കേസിന് പോയിട്ടുള്ളതെന്നും ആ സ്യൂട്ട് പിഷാരടിക്കെതിരെയാണ് കൊടുത്തിട്ടുള്ളതെന്നും അവിടെ ഒരു ഇൻജങ്ഷൻ ശ്രീ പിഷാരടിക്കെതിരെയാണ് വന്നിട്ടുള്ളതെന്നുമാണ് അവർ പറഞ്ഞത്. അത് ശരിയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള അംഗങ്ങൾക്ക് ഫങ്ഷൻ ചെയ്യുന്നതിന് ഇപ്പോൾ ലീഗൽ ബാർ ഒന്നുമില്ല. അദ്ദേഹം രാജിവെച്ച് മാറി, ആഡ്കോ കമ്മിറ്റിയിൽ നിന്ന് മാറി. അദ്ദേഹം മാറി എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള അംഗങ്ങൾ മാറേണ്ട കാര്യമില്ല. അപ്പൊ ബാക്കിയുള്ള അംഗങ്ങൾക്ക് മീറ്റ് ചെയ്ത് അവരെ ജനറൽ ബോഡി ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാവുന്നതാണ്. ആ അംഗങ്ങൾക്ക് ഈ ഫർദർ ലീഗൽ കോംപ്ലിക്കേഷൻസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് അവർ മുനിസിപ്പൽ കോടതിയിലും സബ് കോടതിയിലും ജില്ലാ കോടതിയിലും ഹൈക്കോടതിയിലും അവർ കാരിയറ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ശ്രീമതി ശ്വേതാ മേനോന്റെ അവരുടെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ബാക്കി അംഗങ്ങൾ, ഇപ്പൊ ശ്വേതാ മേനോൻ തന്നെ വേറൊരു കമ്മിറ്റി അംഗം കൊണ്ട് കേസ് കൊടുക്കാം, എല്ലാവർക്കും എതിരെ കാരിയറ്റ് ഫയൽ, ഒറ്റ കാരിയറ്റ് ഫയൽ ചെയ്താൽ മതി. കാരിയറ്റ് ഫയൽ ചെയ്തിട്ട് കഴിഞ്ഞാൽ അവർക്കെതിരെ ഇനി ഒരു ഇൻജങ്ഷൻ ഓർഡറും അവരെ കേൾക്കാണ്ട് കോടതി ഗ്രാന്റ് ചെയ്യില്ല. അവരെ കേൾക്കുകയാണെങ്കിൽ ഒരു കോടതിയും ഈ സാഹചര്യത്തിൽ ഇൻജങ്ഷൻ ഓർഡർ നൽകാൻ സാധ്യതയില്ല. മോഡി ഓൾസറം പാർട്ടം ഹിയർ ദി അതർ സൈഡ് ടു എന്നുള്ളത് ഒരു ജുഡീഷ്യൽ ഡിക്റ്റമാണ്. അപ്പം ഇൻജങ്ഷൻ ഗ്രാന്റ് ചെയ്യുന്നത് തന്നെ മറ്റേവരെ കേൾക്കാൻ വേണ്ടിയാണ്. ശ്രീ പിഷാരടിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ കാരിയറ്റ് ഉണ്ടെങ്കിൽ ആദ്യം അവരെ കേൾക്കാതെ അവർക്കെതിരെ ഒരു നടപടിയിലേക്ക് കോടതി പോകത്തില്ല. പിന്നെ അതിനേക്കാളും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ല അമ്മയിലെ അംഗങ്ങൾക്ക് സർക്കാരിനോട് പറയാം, ഒരു അഡ്മിനിസ്ട്രേറ്റർ വെച്ചതാ, എന്നിട്ട് സമയം എന്തുടവായി 2 മാസത്തിനും തെരഞ്ഞെടുപ്പ് നടത്തിയതാ. അത് കുറെ കൂടെ ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യും. അവരാവശ്യപ്പെട്ടില്ലെങ്കിലും ഗവൺമെന്റിന് സ്വമേധയാ ഇത് ചെയ്യാവുന്നതാണ്. സിനിമാ മന്ത്രി കൂടിയുള്ള ഒരു സംസ്ഥാനം കൂടിയാണല്ലോ കേരളം. അപ്പൊ പിന്നെ ഉറപ്പായിട്ടും ഈ ഒരു കമ്മിറ്റിയുടെ കാര്യത്തിലേക്ക് സർക്കാരിന് ഇടപെടേണ്ട രീതി എന്തായാലും വരുമല്ലോ. അല്ല, സർക്കാരിന് ഇതിപ്പം ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു വിഷയമാണിത്. അപ്പൊ സർക്കാരിന് തീർച്ചയായിട്ടും നോട്ടീസ് പോലും കൊടുക്കാതെ അഡ്മിനിസ്ട്രേറ്റർ നിയോഗിക്കാനുള്ള അധികാരം സെക്ഷൻ 39 കേരള സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് 2025 ഉണ്ട്. സർക്കാർ അത് ചെയ്യുമോ ഇതൊന്നും നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതായിട്ടുണ്ട്. ചെയ്താൽ ഈ വിഷയങ്ങൾ, ഈ വിവാദങ്ങളെല്ലാം കെട്ടടങ്ങ് പുതിയ കമ്മിറ്റി വരികയും ചെയ്യും. നമ്മൾക്ക് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്ററുടെ മേൽനോട്ടത്തിൽ ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ മേൽനോട്ടത്തിൽ സൂപ്പർവിഷനിൽ ഒരു ഫെയർ ആൻഡ് ട്രാൻസ്പെറന്റ് ഇലക്ഷൻ നടക്കും. പുതിയ കമ്മിറ്റിക്ക് അവർ ഹാൻഡ് കൊടുക്കും. മനസ്സിലായി സർ, തീർച്ചയായിട്ടും. ഇപ്പോ സർക്കാർ സ്വമേധയാ ഇത് സർക്കാർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇവര് അമ്മയില് മെമ്പേഴ്സ് ഇതുപോലെ ഒരു ആവശ്യമായിട്ട് സർക്കാരിനെ സമീപിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സർക്കാരിന് ചെയ്യേണ്ട ആവശ്യകതയിലേക്ക് വരും. ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റും നമുക്ക്. ചെയ്തേ പറ്റുള്ളൂ എന്നൊന്നും നമുക്ക് സർക്കാരിനോട് ആജ്ഞാപിക്കാൻ നോക്കില്ല. നമുക്ക് സർക്കാരിനോട് റിക്വസ്റ്റ് ചെയ്യാം. സാധാരണഗതിയിൽ അമ്മയിൽ നിന്ന് കുറച്ച് അംഗങ്ങൾ അങ്ങനെ ഒരു റിക്വസ്റ്റുമായിട്ട് പോയാൽ സർക്കാർ അത് ഫേവറബിൾ ആയിട്ട് കൺസിഡർ ചെയ്യും. ഒരു മാസ് പെറ്റീഷൻ അത് ഫേവറബിൾ ആയിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൺസിഡർ ചെയ്യും. കാരണം അമ്മ പോലത്തെ ഒരു സംഘടന ഒരു ലോങ് ടേം ലിറ്റിഗേഷനിലേക്ക് വലിച്ചിരിക്കുന്നത് ഫിലിം ഇൻഡസ്ട്രിയും അതിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും അതേപോലെ തന്നെ പബ്ലിക്കിനും അത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്.
അതുകൊണ്ട് തന്നെ സർക്കാർ ആക്ട് ചെയ്യുന്നതാണ് നമുക്ക് ന്യായമായും പ്രതീക്ഷിക്കരുത്. സർക്കാർ ആക്ട് ചെയ്യണം എന്ന് നമുക്ക് നിർബന്ധിക്കാൻ ഒക്കില്ല. അത് സർക്കാരിന്റെ ഡിസ്ക്രിപ്ഷനാണ്. ഓക്കെ സാർ, തീർച്ചയായിട്ടും. ഇതിൽ നിന്നൊക്കെ ഇപ്പൊ മനസ്സിലാവുന്നത് ഈ സാർ പറയുന്നത് പോലെ ഈ വിഷയത്തെ എങ്ങോട്ടൊക്കെ വഴിതിരിച്ചു വിടാനായിട്ട് ലീഗൽ കോംപ്ലിക്കേഷൻസിലൊക്കെ മനഃപൂർവ്വം പോകുന്നത് പോലെയാണ്. മാലാപാർവതി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആണ്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തെ ഒരു ന്യായം മനസ്സിലാവുന്നതാണ് ഇപ്പൊ സാർ പറഞ്ഞ കാര്യങ്ങൾ. അതെ, ഇപ്പം ഞാൻ പറഞ്ഞതനുസരിച്ച് ഞാൻ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ഇപ്പോൾ ശ്രീമതി ശ്വേതാ മേനോൻ എടുത്തിരിക്കുന്ന നിലപാടുകൾ ഒരു രീതിയിലും ന്യായീകരിക്കാൻ പറ്റുന്ന നിലപാടല്ല. അത് അധാർമികമായിട്ടുള്ള അൺഎത്തിക്കലായിട്ടുള്ള ഒരു നിലപാടാണ് അവരിപ്പൊ സ്വീകരിച്ചത്. അവരവിടെ നിന്ന് രാജി പ്രഖ്യാപിക്കാൻ പാടില്ലായിരുന്നു. അവർക്ക് കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അവരവിടെ ആ ജനറൽ ബോഡി യോഗം അൺറൂളിയാണെങ്കിൽ ഞാൻ പിരിച്ചുവിട്ടിരിക്കുന്നു എന്നും പറഞ്ഞ് അവർക്ക് ഇറങ്ങിയില്ല. അതിനുള്ള അധികാരം പ്രസിഡന്റിനുണ്ട്. പക്ഷേ അവര് രാജി പ്രഖ്യാപിച്ചിട്ടാണ് ഇറങ്ങിയത്. അവർക്ക് ഇതിനെയൊന്നും കുറിച്ച് അറിയില്ല എന്നുള്ളത് അവർ സംസാരിക്കുന്ന കേട്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ അവര് രാജിവെച്ചു എന്നും പറഞ്ഞ് ഇറങ്ങി വന്നിട്ട് ഞാൻ അംഗത്വമേ രാജിവെച്ചു എന്നും പ്രഖ്യാപിച്ചു പബ്ലിക്കായി. അങ്ങനെ വരുമ്പോൾ ഒരു അൺപ്രസിഡന്റഡ് സിറ്റുവേഷൻ ജനറൽ ബോഡി ഫേസ് ചെയ്യുമ്പോൾ ദേ ആർ ലെഫ്റ്റ് വിത്ത് നോ അതർ ഓപ്ഷൻ. അപ്പൊ അങ്ങനെ വരുമ്പം അവർക്ക് ഡോക്ട്രിൻ ഓഫ് നെസസിറ്റി വെച്ചിട്ട് അവർക്ക് അവരുടെ ബൈലോയിൽ എന്തെങ്കിലും പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ആക്ട് ചെയ്യണം. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ദേ ആർ ബൗണ്ട് ബൈ ദർ ബൈലോ. ഞാൻ ബൈലോ കണ്ടിട്ടില്ല. ബൈലോ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവരൊരു അഡ്ഹോക് കമ്മിറ്റിയെ നിയോഗിച്ചാൽ അതിനകത്ത് ഒരു ഇല്ലീഗാലിറ്റിയും ഇല്ല. തീർച്ചയായിട്ടും സാർ മനസ്സിലാവുന്നു. ഞാൻ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. അമ്മ പോലത്തെ ഒരു സംഘടന അത് ഒരു ലോങ് ടേം ലിറ്റിഗേഷനിലേക്ക് വലിച്ചെടുക്കാൻ വഴിയൊരുക്കാതെ സർക്കാർ അടിയന്തരമായി അതിനൊരു സൊല്യൂഷൻ കണ്ട് ഒരു അഡ്മിനിസ്ട്രേറ്റർ വെച്ച് 2 മാസത്തിനകം അവിടെ ഒരു പുതിയ ജനറൽ ബോഡിയെ തെരഞ്ഞെടുക്കാൻ ഒരു അഡ്മിനിസ്ട്രേറ്റർ നിയോഗിക്കുന്നതാണ് ഇപ്പൊ എല്ലാ കൂട്ടർക്കും നല്ലത്. അവിടെ ആർക്കാണ് മെജോറിറ്റി കിട്ടുന്നത് അവർ മത്സരിച്ച് വരട്ടെ. ശ്വേതാ മേനോൻ അവർക്ക് മെജോറിറ്റി ഉണ്ടെങ്കിൽ അവർ വരും, വേറെ ഒരു കൂട്ടർക്കാണ് മെജോറിറ്റി ഉണ്ടെങ്കിൽ അവർ വരും. പക്ഷെ അവിടെ ഒരു ഫെയർ, ഫ്രീ ആൻഡ് ട്രാൻസ്പെറന്റ് ഇലക്ഷൻ ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് എൻഷുർ ചെയ്യാൻ. ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റി ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയാലും അഡ്ഹോക് കമ്മിറ്റി എത്ര ആത്മാർത്ഥമായി വർക്ക് ചെയ്ത് അവരെത്ര ഫെയർ ആൻഡ് ട്രാൻസ്പെറന്റ് ആയിട്ട് നടത്തിയാലും തോൽക്കുന്ന പക്ഷം അല്ലെങ്കിൽ അതിന്റെ പുറത്ത് പോകേണ്ടി വരുന്ന പക്ഷക്കാര് അവർ ഈ അഡ്ഹോക് കമ്മിറ്റിക്ക് നേരെ ചെളിവാരി വീണ്ടും ഈ കോൺട്രവേഴ്സി ഇങ്ങനെ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കും. മറിച്ച് ഒരു അഡ്മിനിസ്ട്രേറ്റർ വന്നിട്ട് ഒരു ഇലക്ഷൻ നടത്തിയാൽ അപ്പൊ പിന്നെ ആർക്കും പരാതിപ്പെടാൻ പറ്റില്ല. അവിടെ അമ്മ എന്ന് പറയുന്ന സംഘടനയിലെ ജനറൽ ബോഡി അംഗങ്ങളുടെ മെജോറിറ്റി വ്യൂ വിൽ പ്രിവെയിൽ ആസ് ഇറ്റ് ഷുഡ് ഇൻ എനി ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ സൊസൈറ്റി. അതാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായും സാർ മനസ്സിലായി. താങ്ക് യു സാർ. കൺക്ലൂഡ് ചെയ്യാല്ലേ? ഓക്കെ.